ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ് ചെയ്യുന്നത്. ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷനിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്നുള്ള ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സ്ക്വയർ ലൂപ്പ്. അപ്പോൾ ഒരു സ്ക്വയർ ലൂപ്പ് ഉണ്ടായിരുന്നു. എന്താ അതിന്റെ പ്രത്യേകത? മെയ്ഡപ്പ് ഓഫ് 4 യൂണിഫോം സിലിണ്ടേഴ്സ്. 4 സിലിണ്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്? സ്ക്വയർ ലൂപ്പ് ഉണ്ടാക്കിയത്. ഓക്കെ, ഇതേപോലെ 4 സിലിണ്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ ലൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് അതിന്റെ റേഡിയസ് 6 ആണ്, ലെങ്ത് L ആണ്. ആൻഡ് എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ആൻ ആക്സിസ്. അപ്പൊ ആക്സിസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആക്സിസ് മാറും തോറും മൊമെന്റ് ഓഫ് ഇനർഷ്യ മാറും. അപ്പൊ ഏതൊരു ചോദ്യത്തിലും ഏത് ആക്സിസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ്. മിഡ് പോയിന്റ് ആണ് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ്. ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡുകളുടെ മിഡ് പോയിന്റിലൂടെയാണ് കടന്നു പോകുന്നത്. അതിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഈ ഒരു ചോദ്യം ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ അറിയണം. അപ്പോൾ ആ കാര്യം ഞാൻ ഇവിടെ എഴുതാം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതൊരു സോളിഡ് സിലിണ്ടർ ആണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സോളിഡ് സിലിണ്ടർ. സോ ദിസ് ഈസ് എ സോളിഡ് സിലിണ്ടർ. ഈ സോളിഡ് സിലിണ്ടറിന്റെ സെന്റർ ഓഫ് മാസിന് ചുറ്റും ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല അറിയാം. സോളിഡ് സിലിണ്ടർ ആണ്. നമ്മൾ പഠിക്കാറുള്ളത് ഇങ്ങനെയാണ്, ഡിസ്ക് പോലെ തന്നെയാണ് അല്ലെ. അപ്പോൾ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? mr²/2 ആണ്. ദിസ് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതേപോലെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. അത് സെന്റർ ഓഫ് മാസിന് ചുറ്റും ഈ രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല നമ്മൾ അറിയണം. ഈ 2 ഡാറ്റ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സിലിണ്ടറിന്റെ നേരെ വെർട്ടിക്കൽ ആക്സിസ് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തു. ആ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഡിസ്ക് പോലെ തന്നെ mr²/2 ആണ്. ഇനി അതിനെ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല നമ്മൾ കാണാതെ പഠിക്കണം. ml²/12 പ്ലസ് mr²/4. അതിൽ 6 എന്ന് പറയുകയാണെങ്കിൽ ആ സിലിണ്ടറിന്റെ റേഡിയസ് ആണ്. L എന്ന് പറയുകയാണെങ്കിൽ ആ സിലിണ്ടറിന്റെ ടോട്ടൽ ലെങ്ത്. അപ്പൊ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതേപോലെ മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്, നമുക്ക് പാരലൽ ആക്സിസ് തിയറം. ഈ 3 കാര്യങ്ങൾ അറിയണം. പാരലൽ ആക്സിസ് തിയറം എന്താണ്? പാരലൽ ആക്സിസ് തിയറം എന്നുള്ളത് പലർക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോൾ ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഏതാണ് അതിന്റെ സെന്റർ ഓഫ് മാസ്? നമുക്ക് ഇതിന് എന്ത് വിളിക്കാം? ICM. സെന്റർ ഓഫ് മാസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് വേണ്ടത്. രണ്ടും തമ്മിലുണ്ടാക്കുന്ന അകലം എന്താണ്? A ആണ്. അങ്ങനെയാണെങ്കിൽ ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്ക്, കാരണം എനിക്ക് അറിയുന്ന ആക്സസും ഞാൻ കണ്ടുപിടിക്കേണ്ട ആക്സസും പരസ്പരം പാരലൽ ആണ്. അപ്പോൾ നമുക്ക് പാരലൽ ആക്സിസ് തിയറി യൂസ് ചെയ്യാം. എന്താ ഫോർമുല? I is equal to ICM plus MA². ഓക്കെ, അതിൽ A എന്ന് പറയുമ്പോൾ 2 ആക്സസും തമ്മിലുള്ള ദൂരം. ഈ 3 ഡാറ്റ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ആദ്യം സിലിണ്ടറിന്റെ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ mr²/2. ഇങ്ങനെയാണെങ്കിൽ ml²/12 പ്ലസ് mr²/4. പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഫോർമുല ICM പ്ലസ് MA². ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഇതിൽ ഏതാണ് ആക്സിസ് എന്ന് മനസ്സിലായോ? എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫിഗർ. 4 സിലിണ്ടേഴ്സ് ഈ രീതിയിൽ വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ ലൂപ്പ് ഫോം ചെയ്തിട്ടുള്ളത്. അപ്പൊ ഏതാണ് ആക്സിസ്? പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് എനി ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ നമുക്ക് ഈ 2 ഓപ്പോസിറ്റ് സൈഡ് എടുക്കാം. അവരുടെ സെന്ററിലൂടെ, അപ്പൊ ഇതിന്റെയും സെന്ററിലൂടെ. അപ്പൊ ഈ രീതിയിലാണ് ഇയാൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അവരുടെ സെന്ററിലൂടെ ഇങ്ങനെ റൊട്ടേറ്റ് ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് വേണ്ടത്. അപ്പൊ ഏതെങ്കിലും ഓപ്പോസിറ്റ് സൈഡിന്റെ സെന്ററിലൂടെ റൊട്ടേറ്റ് ചെയ്യണം. മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്കറിയാം സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എല്ലാവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ഓരോരുത്തരുടെയും നമ്മൾ എന്ത് ചെയ്താൽ മതി? മൊമെന്റ് ഓഫ് ഇനർഷ്യ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം, ഈ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഈ സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും എക്സാക്ട്ലി സെയിം ആണ്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ ചെയ്യാം. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം. ഈ 2 പേരുടെയും മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം. നിങ്ങൾ ഇത് മാത്രം നോക്കി നോക്കൂ. ഇതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് അതിന്റെ സെന്ററിലൂടെ സാധാരണ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ സിലിണ്ടറിനും അതേ രീതിയിലല്ലേ, അതിന്റെ വേറെ പാറ്റേണിലൊന്നും ഒരു മാറ്റമില്ല. അപ്പൊ ആ 2 പേർക്കും ഒരേ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരിക്കും ഉണ്ടാവുക. സിമിലർലി അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 2 സിലിണ്ടേഴ്സിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്. ബിക്കോസ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം സെയിം ആണ്. അപ്പൊ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യം ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യം എക്സാക്ട്ലി സെയിം ആണ്. അപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, ഇവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഞാൻ വെറുതെ എന്ത് വിളിക്കാം? I1. ഈ 2 പേർക്കും സെയിം അല്ലേ, നമുക്ക് വെറുതെ I1 എന്ന് വിളിക്കാം. ഈ 2 പേരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? സെയിം ആണ്. നമുക്ക് I2 എന്ന് വിളിക്കാം. ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടാൻ നമ്മൾ എല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പൊ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ I1 പ്ലസ് I1 എത്ര വരും? 2I1.
ആൻഡ് I2 പ്ലസ് I2 2I2 അല്ലേ. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും. ദെയർഫോർ I ഈസ് ഈക്വൽ ടു 2 കോമൺ ആണ്. അപ്പോൾ ബാക്കി എത്ര വരും? I1 പ്ലസ് I2. ഇനി നമുക്ക് ആകെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? I1ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, I2ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? I1ന്റെ വാല്യൂ എത്രയെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. I1ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പോൾ ആരാണ് I1? ഞാൻ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആയിരുന്നു നേരത്തെ എന്തെന്ന് വിളിച്ചിട്ടുള്ളത് I1. അപ്പോൾ നമുക്ക് ആദ്യം I1ന്റെ വാല്യൂ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? I2ന്റെ വാല്യൂ നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫിഗർ അല്ലേ. സോ ദിസ് ഈസ് അവർ ഫിഗർ. ഇതിൽ ഈ മുകളിൽ കാണുന്ന ഇതാണ് I1. അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഡൗട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഇറൈസ് ചെയ്തു. നമുക്ക് I1 മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇതാണ് I1. ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മീൻസ് ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കാറില്ലേ? ഒരു സിലിണ്ടർ ഇങ്ങനെ ഉണ്ടായിരുന്നു. ആ സിലിണ്ടറിന്റെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓൾറെഡി ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. ഒരു സിലിണ്ടർ ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കണം. ml² ഡിവൈഡഡ് ബൈ 12 പ്ലസ് mr² ബൈ 4. അപ്പോൾ ഇതാണ് നമ്മുടെ I1 അല്ലേ. സോ ദെയർഫോർ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് I1? I1ന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താണ്? I1 ഇസ് ഈക്വൽ ടു M. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഒരു ചോദ്യത്തിൽ M എന്നുള്ളത് ടേക്ക് ദ എൻഡർ ലൂപ്പ്, അവരുടെ ടോട്ടൽ മാസിനാണ് അവർ M എന്ന് വിളിച്ചത്. അതായത് ഓപ്ഷൻസിലുള്ള M എന്ന് പറയുമ്പോൾ ഓരോ സിലിണ്ടറിന്റെയും മാസ് അല്ല, ആ 4 പേരുടെയും ടോട്ടൽ മാസിനെയാണ് അവർ M എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ഈ M എന്നുള്ളത് ഞാൻ ജസ്റ്റ് M ഡാഷ് എന്ന് വിളിക്കാം. ബിക്കോസ് ഓപ്ഷൻസിലുള്ള M എന്ന് പറയുമ്പോൾ ആ 4 സിലിണ്ടറിന്റെയും ടോട്ടൽ മാസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഏറ്റവും അവസാനം അതിന് വാല്യൂ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫോർമുല എന്ത് വരും എന്നറിയോ? I ഈസ് ഈക്വൽ ടു, നമുക്ക് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യല്ല വേണ്ടത്. മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ഫോർമുല നമ്മൾ കാണാതെ പഠിച്ചു. ml² ഡിവൈഡഡ് ബൈ 12 പ്ലസ് mr² ഡിവൈഡഡ് ബൈ 4. ഞാൻ M എന്നുള്ളതൊക്കെ വെറുതെ M ഡാഷ് എന്ന് വിളിച്ചു. ഞാൻ അതിന്റെ കാരണം പറഞ്ഞു. ടോട്ടൽ മാസ് ആണ് M. ഓരോരുത്തരുടെയും മാസ് ഡിഫറെന്റ് ആണ്. അതിന്റെ വാല്യൂ നമുക്ക് വേണമെങ്കിൽ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ ഇതാണ് I1ന്റെ വാല്യൂ. അത് തന്നെയാണ് I2ന്റെ വാല്യൂ. അപ്പോൾ I1ന്റെ വാല്യൂ I2ന്റെ വാല്യൂ എക്സാക്ട്ലി സെയിം ആണ്. I1ന്റെ വാല്യൂ എത്ര കിട്ടി? m'(l²) ഡിവൈഡഡ് ബൈ 12 പ്ലസ് m'(r²) ബൈ 4. ആസ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ നമ്മൾ ഡയറക്ട്ലി എഴുതി. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? I2യുടെ വാല്യൂ അല്ലേ. ഇതേപോലെ I2ന്റെ വാല്യൂ കാണണം. ഞാൻ ഫിഗർ ഇങ്ങോട്ട് പിന്നെയും മാറ്റി. നമ്മൾ ഈ 2 പേരിൽ I2 എന്ന് വിളിച്ചത്, അതിൽ 2 പേരുടെയും സെയിം ആണ്. ഞാനിപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒന്ന് എടുത്തു. അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വേണം. അപ്പോൾ ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഈ ആക്സിസ് ആണ് വേണ്ടത്. ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, എല്ലാവരുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എബൌട്ട് ഈ ആക്സിസ്. ഓക്കെ, അപ്പോൾ എബൌട്ട് ഈ ആക്സിസ് വേണം. പക്ഷേ അത് നമുക്ക് ഡയറക്ട്ലി അറിയില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്യാം. ഈ സിലിണ്ടർ ഈ ആക്സിസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്കറിയാം. ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടില്ലായിരുന്നോ? ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സിലിണ്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോഴുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആരാ? mr² ബൈ 2 ആണ് അല്ലേ. അപ്പോൾ ഈ സിലിണ്ടർ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതിനല്ലേ നമ്മൾ ICM എന്ന് പറയാറ്. ICMന്റെ വാല്യൂ നമുക്കറിയാം mr² ഡിവൈഡഡ് ബൈ 2. എല്ലാ M ഞാൻ M ഡാഷ് എന്ന് എഴുതുന്നുണ്ട്. നമുക്ക് ഫൈനലി വാല്യൂ കൊടുക്കാം. ഈ 2 പേരും തമ്മിലുള്ള ദൂരമാണ് അല്ലേ. ആ 2 പേരും തമ്മിലുള്ള ദൂരവും നമുക്കറിയാം. ഇവരുടെ ടോട്ടൽ ലെങ്ത് L ആണ്. അപ്പോൾ ഈ ദൂരം എത്ര വരും? L/2. സോ അവർ തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് L/2 ആണ്. ഇനി നമുക്ക് പാരലാക്സിസ് തിയറം യൂസ് ചെയ്യാം. കാരണം ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എനിക്കറിയാം, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. സോ വി ക്യാൻ യൂസ് ദ പാരലാക്സിസ് തിയറം. അക്കോർഡിംഗ് ടു ദ പാരലാക്സിസ് തിയറം I ഈസ് ഈക്വൽ ടു ICM പ്ലസ് MA² അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു ICMന്റെ വാല്യൂ എത്രയാണ്? mr² ഡിവൈഡഡ് ബൈ 2 പ്ലസ് M ഇൻറ്റു A എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ദൂരമാണ്, അത് L/2 ആണ് അല്ലേ, ദ ഹോൾ സ്ക്വയർ. സോ ദിസ് ഈസ് ഈക്വൽ ടു mr² ഡിവൈഡഡ് ബൈ 2 പ്ലസ് ml² ഡിവൈഡഡ് ബൈ 4. ദിസ് ഈസ് I2. ഇതാണ് നമ്മുടെ I2ന്റെ വാല്യൂ. അപ്പോൾ 2 പേരുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? കാൽക്കുലേറ്റ് ചെയ്തു. I1ഉം കിട്ടി, നമുക്ക് I2 കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ 2 ഇൻറ്റു I1 പ്ലസ് I2. I1ന്റെ വാല്യൂ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ml² ഡിവൈഡഡ് ബൈ 12 പ്ലസ് mr² ഡിവൈഡഡ് ബൈ 4. ദിസ് ഈസ് ദ വാല്യൂ ഫോർ I1. ആൻഡ് I2ന്റെ വാല്യൂ നമ്മൾ കണ്ടു mr² ബൈ 2 mr² ഡിവൈഡഡ് ബൈ 2 പ്ലസ് ml² ഡിവൈഡഡ് ബൈ 4 അല്ലേ. ml² ഡിവൈഡഡ് ബൈ 4 ml² ഡിവൈഡഡ് ബൈ 4. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, നമുക്ക് L ഉള്ളതൊക്കെ ആദ്യം ആഡ് ചെയ്യാം. ആദ്യം ഇതിൽ ഒരു Lന്റെ ടേം ഉണ്ട്. സിമിലർലി ഇവിടെയും Lന്റെ ടേം ഉണ്ട്. ഞാൻ കാൽക്കുലേഷൻ എളുപ്പാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ LCM എടുത്ത് ചെയ്യാം അല്ലേ. ഇവിടെ ഞാൻ എന്ത് ചെയ്യാം? ഒരു 3 കൊണ്ട് മൾട്ടിപ്ലും ചെയ്യാം.
അതേപോലെ 3 കൊണ്ട് ഡിവൈഡും ചെയ്യാം. അപ്പോൾ നമുക്ക് കോമൺ ഒറ്റ ഡിനോമിനേറ്റർ എഴുതിക്കൂടെ? എന്ത് എഴുതാം? 12 എന്ന് എഴുതാം. ഇവിടെ ആരുണ്ട്? 3ml² ഉണ്ട്, ഇവിടെ 1ml². അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? 4ml² എന്ന് എഴുതാം. കറക്റ്റ് അല്ലേ? എല്ലാം m ഡാഷ് ആണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യും? ആറുള്ള ടേംസ് എല്ലാം ആഡ് ചെയ്യാം. ഇത് ആറുള്ള ടേം ആണ്, ഇതും ആറുള്ള ടേം ആണ്. അതും കാൽക്കുലേഷൻ എളുപ്പാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്പിൾ ഡിവൈഡും ചെയ്തു. സോ സിംഗിൾ ഡിനോമിനേറ്റർ 4 എഴുതാം. മുകളിൽ 2 ഉണ്ട്, ഒരു 1 ഉണ്ട് അല്ലേ? അപ്പം 3m(r²) എന്ന് എഴുതാം. 3m'(r²). 2നെ വേണമെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി ഇത് രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഓക്കെ ഇത് കറക്റ്റ് 3 അല്ലേ? ശരി. അപ്പോൾ 2m'(l² ഡിവൈഡഡ് ബൈ 3 പ്ലസ്, ഇനി ഈ 2 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 3 × 2 6 വരും. 6m'(r² ഡിവൈഡഡ് ബൈ 4. ദിസ് ഈസ് ദ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. നമ്മുടെ ടോട്ടൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. പക്ഷെ ഓപ്ഷൻസ് എല്ലാം എമ്മിന്റെ ടേംസിലാണ്. എം എന്ന് പറയുമ്പോൾ അതിന്റെ ടോട്ടൽ മാസ നമുക്ക് തന്നെ അറിയാൻ പറ്റും. ഇവരുടെ എല്ലാം മാസ് എല്ലാം സെയിം ആണ്. അങ്ങനത്തെ എല്ലാവരുടെ ടോട്ടൽ മാസ് എന്താണ്? എം ആണ്. അങ്ങനത്തെ 4 പേരില്ലേ? അപ്പോൾ ഓരോരുത്തരുടെ മാസ് എത്ര വരും? m/4 വരും. ഓരോരുത്തരുടെ മാസ് എത്രയാണ്? m/4. അപ്പോൾ വേണമെങ്കിൽ ഫൈനൽ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ m' പകരം m/4 എന്ന് എഴുതാം. ബിക്കോസ് 4 സിലിണ്ടേഴ്സ് ഉണ്ട്, എല്ലാ സിലിണ്ടേഴ്സിന്റെയും മാസ് എക്സാക്ട്ലി സെയിം ആണ്. ആ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയത്. എല്ലാ m' പകരം നമുക്ക് എന്ത് കൊടുക്കാം? m/4 എന്ന് എഴുതാം. അതേപോലെ ഈ m' പകരം m/4 എന്ന് എഴുതാം. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി, ഈ രണ്ടുപേരും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ml² ഡിവൈഡഡ് ബൈ 6 പ്ലസ് ഇതിൽ 6ഉം അതേപോലെ തന്നെ ഇവിടെയുള്ള 6ഉം ഇതേപോലെ 4ഉം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3/2 എന്ന് വരും. therefore 3mr² ഡിവൈഡഡ് ബൈ 8. ഓക്കെ, 3mr² ഡിവൈഡ് ബൈ 8. അപ്പോൾ ഫൈനൽ ആൻസർ എന്താണ്? ml² ഡിവൈഡഡ് ബൈ 6 പ്ലസ് 3mr² ഡിവൈഡഡ് ബൈ 8. ദാറ്റ് ഈസ് ദ 4th ഓപ്ഷൻ ഈസ് എ റൈറ്റ് ആൻസർ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല ചോദ്യമായിരുന്നു അല്ലേ? അപ്പോൾ സിലിണ്ടറിന്റെ 2 ഡിഫറെന്റ് ആക്സസിലെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാണാതെ പഠിക്കണം, എന്നാലേ ഈ ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് മോർ ഓവർ അതേപോലെ തന്നെ നമുക്ക് എന്തു പറയണം? പാരലൽ ആക്സസ് തിയറം. ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം നമ്മൾ ചെയ്തിട്ടുള്ളത്.